ഈ പെണ്ണ് ഇതാ വരുന്ന എന്നിട്ട് വിളിച്ചിട്ട് അല്ല പഠിച്ചോന് ഇത്ര നേരമായി ഓള് നേരം വെളുത്ത പാട് വരാന്ന് പറഞ്ഞാണ്. ഓളിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ പോളെ കാണാൻ അങ്ങോട്ട് പോവാഞ്ഞത്. എത്ര നേരമായിട്ട് ഇപ്പോ പെണ്ണ ഉടയണാവോ റബ്ബേ, ഒരു സമാധാനമില്ല. ഒന്ന് വിളിച്ചാ പിന്നെ വേഗം ഏറെ പൊടിച്ചു. പക്ഷെ തള്ളാരെ വേദന ഇപ്പൊ ഈ മക്കൾക്ക് അറിയോ? വേദന ഒന്ന് വിളിക്കാം, നന്നാവുക. പക്ഷേ ഈ തൊള കേൾക്കാൻ മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരുമോ എനിക്കറിയില്ല. എന്തായാലും വിളിക്കട്ടെ. എല്ലാ കുട്ടിയെ എത്ര നേരമായി അന്നമ്മ അങ്ങനെ കാത്തിക്കണി, ഓടണേ. ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞോടത്ത് എത്തിയില്ലേ, ഓളെ തൊളയിൽ കേൾക്കാൻ മുഴുവൻ ഞാൻ കേട്ടു. എൻ്റെ വേദന ഇപ്പോൾ ഓൾക്കറിയോ? എൻ്റെ റബ്ബേ, വേണ്ടില്ലേ അങ്ങോട്ട് പോയാൽ മതിയേനെ. ഓള് വന്നാവോ? ഇമ്മ ചെറി വന്നാ? ഇല്ല മോളെ, അത് പറഞ്ഞിരിക്കപ്പ ഞാൻ ഓൾക്ക് ഞാൻ ഇപ്പൊ വിളിച്ചീന്. ഓൾ ഇന്നോട് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് വരൂലേ, നിങ്ങൾ എന്തിനും ഇങ്ങനെ വിളിക്കണെന്ന്. നിന്റെ വേദന ഇപ്പൊ ഓൾക്കോട് പറയാൻ പറ്റുമപ്പോ അത്? ഇപ്പൊ തോന്നണ് ചാണ്ട് നേരം വിട്ട പാട് വെയ്ക്കണ പോലാണ്ട് പോയാൽ മതിയേരിന്ന്. മനുഷ്യർക്ക് ഇടങ്ങേറാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ലൈറ്റേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റങ്ങൾ എന്താ വിചാരിക്കുക? ഞാൻ ഓളോട് നരച്ചേക്ക് പറഞ്ഞാണ് അമ്മ ഏതായാലും ഓട്ടോറിക്ഷ വിളിച്ച് വരാന്ന്. വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ സമ്മതം കൊടുത്തത്. അത്രയും കാണാൻ പൂതിയായിട്ടാണ്. എപ്പോഴും ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന ആളല്ലേ. പെട്ടെന്ന് ഒരു ദിവസമാണ്ട് പോയപ്പോൾ ചായ ഇടങ്ങേറ്. ഏതായാലും ഇപ്പോൾ വരാൻ അറിഞ്ഞേക്കും, ഇവിടെ ഇവിടെ എത്തിക്കണമെന്ന് അറിഞ്ഞു. ഏതായാലും ഓൾക്ക് കുടിക്കാളൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണാ. പൊന്നാരൻ്റെ അമ്മ നിങ്ങൾ ബേജാറാവില്ലേ? ഓൾ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഓൾക്ക് അറിയാലോ ഇപ്പം നമ്മളെ പെരയ്ക്ക് വരുന്ന വയ്യൊക്കെ. പിന്നെ തന്നെ ഓൾക്ക് കുടിക്കാളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഓൾക്ക് തണുത്തൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഓൾ വരാൻ നേരത്താണ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. എപ്പോഴും ഓൾക്ക് നല്ല ചൂടുള്ളത് വേണം. എത്ര പ്രാവശ്യം ഇവിടെ തന്നെ ഇപ്പോൾ ചൂടില്ലായിട്ട് ഇത്ര പോലെ തല്ലൂടിയെന്നൊക്കെ ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഓൾ വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ ചായയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തുണ്ടെങ്കിൽ അത് മതി. ഏതായാലും വരാനായിക്കും തോന്നണേ. ഏതായാലും ചായക്ക് ഞാൻ വെള്ളം വെക്കട്ടെ. ഇനി ചിലപ്പോൾ ഓൾക്ക് നിൽക്കാനും ഇരിക്കാനും സമയമില്ലെങ്കിലോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടാണ് പറഞ്ഞേക്കാം. ഞാൻ അങ്ങോട്ട് വെള്ളം വെക്കട്ടെമ്മ. ആയിക്കോട്ടെ മോളെ, എന്നാൽ ഇജ്ജ് വെള്ളം തിളപ്പിച്ചോളൂ. ഇനി ഇജ്ജ് പറഞ്ഞാൽ ചിലപ്പോൾ ഓൾക്ക് നിൽക്കാനും ഇരിക്കാനും സമയം ഉണ്ടാവില്ല. എന്തെങ്കിലും തുള്ളി വെള്ളം കൊടുത്തിട്ട് പറഞ്ഞേക്കാം. എന്നാൽ ഇജ്ജ് എളുപ്പമാണ് ശരിനോട്. എന്നാൽ ആയിക്കോട്ടെമ്മ. അല്ലാ, ഈ പെണ്ണൊന്ന് വന്ന് കിട്ടിയാൽ മതിയായി. മനസ്സിലാ സമാധാനമില്ല. വേണാവോ റബ്ബേ. എന്തിനാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടാറൊക്കെ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാ? എല്ലമ്മ നേരം വെളുത്തപ്പാടി ഇങ്ങോട്ട് എന്തിനാ അങ്ങോട്ട് വരാൻ പറഞ്ഞത്? മനുഷ്യൻക്കാർ അങ്ങോട്ട് വരണമെന്ന് ഇഷ്ടമല്ല. അതിൻ്റെ അടുക്കപ്പം നിങ്ങൾ വരാൻ പറഞ്ഞത് അല്ല. നിങ്ങളിപ്പോൾ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്താ മോളേജ് ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഞാൻ അങ്ങോട്ട് വരാന്ന്. അതെനിക്ക് പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിങ്ങളൊക്കെ കാണാൻ പോതിക്ക് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരല്ലാണ്ട് പിന്നെ എന്താ കാട്ടുക? എന്നാൽ പിന്നെ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ അതിന് എനിക്ക് പറ്റൂല. എനിക്ക് നിങ്ങളെ കാണണ്ടേ, എന്നൊക്കെ ഇന്നെ കണ്ടില്ലെങ്കിലോ. അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. എനിക്കൊരു ബുദ്ധിമുട്ടാവും ഞാൻ വിചാരിച്ചില്ലേന്. ഇങ്ങനൊന്നും ഞാൻ പറയുന്നത് ഒരിക്കലും വിചാരിച്ചില്ല മോളെ. എല്ലമ്മ, ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്? ഞാൻ കാര്യം പറഞ്ഞത്, കാര്യക്കേടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാൻ വിളിക്കുക. വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഇന്നെ കെട്ടിച്ചാണ്ട് ആരാൻ്റെ പേരേക്കാണ് പറഞ്ഞു വെച്ചത്? നമുക്ക് എപ്പോഴും കാണാമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് ഇന്നാണ്ട് കെട്ടിട്ടാ പോരാ. ഒരു കഥ കാര്യമുണ്ട് പറയാൻ പറ്റൂല. അപ്പോൾ നിങ്ങളെ ഭർത്താനും തൊളയെ കിടക്കാൻ മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. നിങ്ങളോട് ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞാണ്. നിങ്ങൾ ഈ പഞ്ഞ ഡ്രസ്സും അതേപോലെ ഓട്ടോറിക്ഷയിലൊക്കെ അവിടെ വരുന്നത് ഞങ്ങൾക്കൊരു കുറച്ചിലാണ്. അവിടെ പിന്നെ വരുന്നതൊക്കെ കാറായിട്ടാണ് ആൾക്കാരൊക്കെ വരുന്നത്. അത് എൻ്റെ കെട്ടിയവനക്കും എൻ്റെ അമ്മോസാങ്കാക്കും അമ്മായിമാർക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഒരു കല്യാണം കഴിച്ച തന്നെ എൻ്റെ ഭംഗിയോണ്ട് കല്യാണം കഴിച്ചാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ താഴ്ന്ന കുടുംബത്തിൽ നിന്നൊന്നും ഇപ്പോൾ ഒരു കെട്ടേണ്ട ഒരു ആവശ്യം ഓർക്കില്ല. അതപ്പോൾ നിങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങോട്ട് വരുന്നത് അള്ളാനെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് എന്നെ കാണാൻ പോകുന്നതിന് അപ്പം നിങ്ങൾ എനിക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ എത്തിക്കൊണ്ട് അള്ളാനെ വിളിച്ച് നിങ്ങൾ ഈ പഴങ്ങിയ ഡ്രസ്സും പിന്നെ ഓട്ടോറിക്ഷയിലൊക്കെ കയറി വരുന്നത് എനിക്കും മോശമാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മണ്ടി വരുന്നത്. കാര്യം പറയുമ്പോഴത്തേനും കൊടുന്ന് ഇങ്ങനെ ചാടി കളിക്കുക. എന്തൊക്കെ മോളെ ഇജ്ജ് പറയണത്? ഇമ്മ എൻ്റെ പേരേക്ക് വരുന്നത് എനിക്ക് കുറച്ചിലാണെന്നാ, അതുകൊണ്ട് അജ്ജ് ഇങ്ങനെ മണ്ടി കഴിച്ച് വരുന്നത്? ഇതൊന്നും അറിഞ്ഞില്ലല്ലോ കുട്ടിയെ. ഞാൻ 2-3 പ്രാവശ്യം എൻ്റെ പേരേക്ക് ഞാൻ ഈ ഓട്ടോറിക്ഷയിൽ വന്നിക്കിടും. എന്നാ ഒരു വാക്ക് ചിന്നോട് പറയുകയാണെങ്കിൽ ഞാൻ വരൂലേനി. ഇതിപ്പോ ഇമ്മ എൻ്റെ കൂടെ പോയപ്പോഴൊക്കെ വരുന്നത് എനിക്ക് കുറച്ചിലാണെന്നില്ലേ? ഇനി ഏതായാലും മോളെ അവിടേക്ക് ഇനി ഇമ്മ ഏതായാലും ഉമ്മാൻ്റെ കുട്ടിക്ക് കുറച്ചിലുള്ളിടത്തേക്ക് ഇനി വരൂല. നിങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി, അത് കണ്ട് മരിച്ചാൽ മതി. പിന്നെ എന്നൊക്കെ കാണാൻ പൂതിക്കാണ് ഞാനൊക്കെ ഈ വൈജാത്തോർത്ത് ഞാൻ ഓട്ടോറിക്ഷയിൽ വിളിച്ച് വരുന്നത്. പൈസ ഉണ്ടായിട്ടല്ല, അവിടേക്കൊക്കെ മിനിമം 500 റുപ്യ വേണം അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് വരാനും. എന്നൊന്ന് കാണാം, 2 മിനിറ്റ് ഭക്ഷണം പറയാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനൊക്കെ ചെയ്തു വരുന്നത്. പക്ഷെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഇത്രത്തോളം വെറുപ്പാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി ഏതായാലും ഇമ്മ വരൂല മോളെ. തെറിമോള് വന്നാ മോളെ അച്ചപ്പാടല്ലേ കേൾക്കണത്? ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് വന്ന് കൂട്ടിക്കൊടുക്കാം. ആ ശരിയാ മോളെ, എപ്പോഴടി വന്നത്? അല്ല ശരി, എന്തിനാ ഉമ്മ കരയണത്? ഉമ്മ ചെറിയ എന്തിനാ ഉമ്മ കരയണത്? ഇവർക്ക് ഉമ്മക്കൊരു കുഴപ്പമൊന്നുമില്ലേനല്ല, എന്നെ കാത്തിക്കേനുമ്മ. ഞാൻ ഇജ്ജ് വരുമ്പോഴത്തേനും എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുക്കളയ്ക്ക് തിരിഞ്ഞിട്ടുള്ളൂ. അത് ഇവർക്കൊന്നും ഉമ്മക്കൊരു കുഴപ്പമില്ലേനല്ല. എന്തേ ഇജ്ജ് എന്തിനും ഉമ്മാനെ ചീത്ത അറിഞ്ഞോ? ഉമ്മ എന്തേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമ്മ, എന്തിനാ കരയണെന്നുള്ളത്? ഓ ഇതും കൂടെ ഉണ്ടോ? ഇതൊക്കെ എന്തിനു കെട്ടുമുളിച്ച് വന്നോ? ഓ ഇജ്ജും വന്നിക്കണ? അതെ, ഉമ്മ കരയണ വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു ഈ നേരം പോലത്തെ പാടുന്നത് ഇന്നിങ്ങനെ വിളിച്ചെത്തുന്നത്. ആരാൻ്റെ പെരയെന്നൊക്കെ എത്രയിച്ചിട്ട് ഇങ്ങനെ അവരാരെ പെരേക്ക് വരാൻ പറ്റുമോ? ഇതിപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമാവുമോ? പിന്നെ അത് മാത്രമല്ല, ഇമ്മ അങ്ങോട്ട് വരുന്നേക്കാൻ നല്ലത് അങ്ങോട്ട് വരണമെന്ന് എനിക്ക് തോന്നി. ഇമ്മ ഈ പഴങ്ങിയ ഡ്രസ്സും ഈ പിന്നെ ഓട്ടോറിക്ഷയിലൊക്കെ വരുന്നത് എൻ്റെ മാപ്പിളക്കും എൻ്റെ അമ്മോസങ്ങൾക്കൊക്കെ കുറച്ചിലാണ്. അത് പല പ്രാവശ്യം എൻ്റെ മാപ്പിള അത് പറഞ്ഞും ചെയ്തതാണ്. അപ്പോൾ അത് ആ കാര്യം ഞാൻ പറഞ്ഞു, അത് ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങേറായി. ഉള്ള കാര്യമല്ല. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ ഇനിയിപ്പോൾ അങ്ങനെ വരണ്ടാന്ന് ചോദിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അവരെ ഇഷ്ടം പോലെയാണ് എനിക്ക് പറ്റുള്ളൂ. എനിക്കും ഇഷ്ടമല്ല നിങ്ങൾ അങ്ങനെ നാറിപ്പോയിട്ട് ഡ്രസ്സിലൊക്കെ ഇട്ട് വരുന്നത്. ഇനി ഇമ്മ മാത്രമല്ല, ഇജ്ജും മക്കളും വരണമെന്നും അളിയനും വരണമെന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പറഞ്ഞ് അതിനിപ്പോൾ എന്താ, അത്രേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, അവരുടെ ഇടയിൽ കുറച്ചൊരു സ്റ്റാൻഡേർഡിൽ നിൽക്കണം. അവർക്കും നല്ല സ്റ്റാൻഡേർഡുള്ള ടീമുകളാണ്. അവരുടെ അടുത്തൊക്കെ വരുന്ന VIP കളാണ്, ഒക്കെ കാറിലൊക്കെ വരുന്നത്. അപ്പോൾ ആ പെരയ്ക്ക് ഇവർക്ക് ഓരോ ഓട്ടോറിക്ഷയിൽ വരുന്ന ഒരാളും അവിടെ വന്നിട്ടില്ലാന്നാണ് പോര് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഇമ്മ വരുന്നവർക്ക് ഇഷ്ടമല്ല എന്നല്ല. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ അമ്മക്ക് ഇടങ്ങാറായി. അതിന് ഇടങ്ങാറൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട, ഉള്ള കാര്യം പറഞ്ഞത്. നാളെ മറ്റന്നാൾ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. അതിനപ്പം നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മോങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം എന്തെങ്കിലും പറഞ്ഞപ്പോൾ നിങ്ങളോട് എല്ലാം ചെറിയ എന്തൊക്കെ എജ്ജി പറയണത്? പഠിച്ചോനെ എനിക്കെന്നെ കേട്ടിട്ട് ഇടങ്ങേറുണ്ട്. അപ്പം ഉമ്മാൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ആലോചിക്കണ. എടി എത്ര കഷ്ടപ്പെട്ടിട്ടടി അനി ഇന്നൊക്കെ ഉമ്മ കല്യാണം കഴിച്ച് വിട്ടിക്കുന്നത്. ആപ്പല്ലാണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടടി അനി ഇന്നൊക്കെ നോക്കി വളർത്തിക്കണത്. എന്നിട്ടിപ്പോൾ അന്നെ ഒരു വലിയോടത്ത് കെട്ടിച്ചപ്പോൾ എനിക്ക് ഉമ്മ വരണേ പറ്റൂല, ഞാൻ വരണേ പറ്റൂല, എൻ്റെ മക്കൾ വരണേ പറ്റൂല, എൻ്റെ പുതിയാപ്പിള വരണേ പറ്റൂല അല്ലേ? എനിക്ക് കുറച്ചിലാണല്ലേ? ഏതായാലും ഇജ്ജ് പറഞ്ഞ നന്നായി, ഞാൻ അതിനനുസരിച്ച് നിന്നാൽ മതിയല്ലോ. മോളെ നില മറന്ന് ചവിട്ടാൻ നിൽക്കണ്ട കേട്ടോ. ഈ നമുക്ക് ഈ പണം പത്രാസൊക്കെ തരുന്നതേ പഠിച്ചോനാണ്. ആ പഠിച്ചോനക്കൊന്ന് വിചാരിച്ചാൽ മതി അത് തിരിച്ചെടുക്കാൻ. അത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെ അവസ്ഥ. എന്നാ ഇജ്ജ് നില മറന്ന് ചവിട്ടിടജി. ഓ ഇങ്ങനൊന്നുമില്ല, ഇന്നലെ ഇജ്ജ് ആദ്യം ഉള്ളതുകൊണ്ട് ജീവിച്ച ഒരാളേനി. അന്നൊക്കെ എനിക്ക് വലിയ കാര്യം ഇന്ന എന്തിനും ഏതിനും ഞാൻ വേണം. എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും തിന്നണമെങ്കിൽ അഞ്ച് എന്നോട് ചോദിച്ചല്ലാതെ ഒന്നും ചെയ്യൂലേനി. ഇപ്പം ഞങ്ങൾ വേണ്ട. ഏതായാലും മനസ്സിലായി മോളെ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും കേൾക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഏതായാലും ഇജ്ജ് പറഞ്ഞെന്നായാലോ, അതിനനുസരിച്ച് നിൽക്കാമല്ലോ. പക്ഷെ ഇജ്ജ് എന്നോട് പറയുകയാണെങ്കിൽ ഇജ്ജ് വലിയ ഇടങ്ങേറ്. പക്ഷെ ഉമ്മാൻ്റെ മുന്നിൽ വെച്ച് ഇജ്ജ് പറഞ്ഞല്ലോ, ഉമ്മാനോട് തന്നെ ഇജ്ജ് പറഞ്ഞല്ലോ ഓട്ടോറിക്ഷയിൽ വരുന്നത് കുറച്ചിലാണെന്ന്. എടി ഉമ്മാനോട് എനിക്ക് എങ്ങനെ പറയാൻ തോന്നി? നമ്മളെ ഞാൻ സമ്മതിച്ച്. അല്ല ഇജ്ജ് എന്തിനാ എന്നെ കിടന്ന് ഭരിക്കണത്? ഞാൻ എന്ത് പറഞ്ഞാ പറഞ്ഞത്? ഞാൻ കാര്യം പറഞ്ഞോളൂ. ഞാനിപ്പോൾ ഉമ്മാനോട് പറഞ്ഞ പോലെ എന്നോടും പറഞ്ഞു. അതിന് ഇജ്ജ് ഇന്നെ കിടന്ന് ഇങ്ങനെ ഭരിക്കാൻ ഇജ്ജാരാ?
ഓ അതെ പണ്ടേന് അങ്ങനൊക്കെ ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. പണ്ട് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ ഒരു പുറത്തേക്ക് പോവാണെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണമെങ്കിൽ വേണ്ട എന്ത് തിന്നുമ്പോഴും എന്നോട് ചോദിച്ചിട്ട് തന്നെ ചെയ്തിരുന്നത്. ഇപ്പൊ അത് ശരി, നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ. ഇപ്പൊ ഇന്നെ കല്യാണം കഴിച്ചു പോയപ്പോ എനിക്ക് നല്ല സുഖമാണ്. എന്തിന് ഏതിന് പിന്നെ എന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് ആട്ടും തൂപ്പും കെട്ടി നിൽക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. പിന്നെ എന്നാലേ ഇമ്മടെ വരുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്റെ മാപ്പിളക്കാർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് അവിടെ ഓട്ടോറിക്ഷയിൽ ചീഞ്ഞ് നാറിയ ഡ്രസ്സ് ഇട്ട് വരുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എത്ര ഇടങ്ങറായാലും മണ്ടിലും ഇങ്ങോട്ട് വരാൻ വിചാരിച്ചു. ഓ അതിനെപ്പറ്റി വലിയ വർത്താനം പറഞ്ഞത് എല്ലാം ഇവളെ കൊണ്ട് ഭരിക്കാൻ വേണ്ടിയിട്ടാണെന്നോ ഇന്ന നേരം വെളുത്ത പാടം ഇങ്ങോട്ട് വിളിച്ചിരുന്നത് എല്ലാം അറിയാൻ വേണ്ടി ചോദിക്കും എനിക്ക്. ഉമ്മാന്റെ കുട്ടികളൊന്നും ഉണ്ടായിരിക്കും തമ്മിൽ രണ്ടാളും കൂടി തല്ലുടല്ലേ. ഉമ്മാന്റെ കുട്ടീന്റെ തൊള്ളയിൽ കേൾക്കണം മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ടല്ല വിളിച്ചെത്തിയത്. ഉമ്മ അതിനൊന്ന് കാണാൻ വേണ്ടി വിളിച്ചെത്തിയതാണ്. അതിന് നിങ്ങൾ രണ്ടാളും കൂടി ഒന്നും ഉണ്ടായിരിക്കും എൻ്റെ മോളെ. ഉമ്മാക്ക് ഒരു സമാധാനം തരുന്നില്ലല്ലോ. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ ഈ വർത്താനം കൂട്ടുണ്ടാക്കണത്? അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി വന്ന കാലി നിൽക്കാതെ അവിടെ ഇരിക്ക്, ഒന്ന് സബൂറ് ചെയ്യ്, ഒന്നും ഉണ്ടായിരിക്കും ചെയ്താലും ഓൾക്ക് എന്തെങ്കിലും ഇരിച്ച് കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്ക്. അല്ലാതെ നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കൾച്ചറുണ്ടാക്കിയിട്ട് ഇമ്മക്കൊരു സമാധാനം നിങ്ങൾ തരാത്ത എന്താ? ഇമ്മ എന്നെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഇവളും നന്നാലും ഇവിടെ അടുത്തായതുകൊണ്ട് ഇവൾക്ക് എപ്പോഴും വരെ ഞാൻ ഓളെ കാണുന്നുണ്ട്. പക്ഷെ എന്നെ കുറച്ച് ദൂരല്ലേ. പിന്നെ ഞാൻ ഈ വെജാത്തോർത്ത് അങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാൻ ചോദിച്ചു എൻ്റെ അടുത്തേക്ക് വരട്ടെ. അപ്പം ഇച്ച് വരണ്ടെന്നും പറഞ്ഞപ്പോൾ ഇജ്ജ് വരാമെന്നും പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പൂതി പറഞ്ഞു. അതിന് നിങ്ങൾ രണ്ടാളും കൂടി കച്ചറുണ്ടാക്കല്ലേ മക്കളെ. ആ ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ടേ നമ്മളെ മോളെ കൊണ്ട് ബാക്കിയെല്ലാം കൂടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഇവിടെ ഇരിക്കണല്ലേ. ഏതായാലും ഞാൻ ഇരിക്കണില്ല, ഞാൻ പോവണേ. ഏതായാലും വള്ളം നിറഞ്ഞ് വള്ളം വേണ്ട വറ്റും വേണ്ട, ഞാൻ ഏതായാലും പോവണേ. ഞാനേ എനിക്ക് എപ്പോഴാ ഇവിടേക്ക് വരാൻ തോന്നുന്നത് അന്നേരം വരുള്ളൂ. അല്ലാണ്ട് വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്താനോ നിന്നെ കാണാൻ അങ്ങോട്ട് ആരും എന്നള്ളാണ്ട ആരും. വന്നോളെ പൂതിയിട്ട് ഇപ്പോൾ മോളെ വിളിച്ചെത്തിയത് ഇന്നെ ചീത്ത അറിയാൻ വേണ്ടിയിട്ടാവൂലേ. ഓക്കെ അന്നേ ഉണ്ട് രണ്ട് കാട്ടില് ഇന്നുണ്ട് പറ്റൂല എന്നൊക്കെ ഓളെ തന്നെ പറ്റുള്ളൂ. ഇപ്പൊ തീരെ പറ്റാതായിക്കണം ഇന്നൊക്കെ ഇന്ന നിനക്ക് ഇപ്പൊ പറ്റുന്നത് എന്താന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ ഇന്ന ഉള്ളോടത്തേക്കല്ലേ കെട്ടിച്ചിരിക്കണത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊണ്ടുവരാനും പൈസ തരാൻ വേണ്ടിയിട്ടും അതിനാവും നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കണില്ലേ. അതൊന്നും ഒരു ഉറുപ്പ് എൻ്റെ അടുത്ത് കിട്ടുന്നു നിങ്ങൾ ആരും വിചാരിക്കണ്ട ആരും. അതുകൊണ്ട് ഞാൻ പോവല്ലോ. ഇനി ഞാൻ ഈ പെരേക്ക് ചവിട്ടണ വേണ്ട ഞാൻ തീരുമാനിക്കട്ടെ. മോളെ നിക്ക്, ഉമ്മാന്റെ കുട്ടി പോവല്ലേ, നിക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ച് പോടി. എടി നിക്കടി. റബ്ബേ കുട്ടി പോയല്ലോ റബ്ബേ. പഠിച്ചോനെ എന്തൊക്കെയോ ഓള് പറഞ്ഞ്. എൻ്റെ റബ്ബേ ഇതിനു വേണ്ടിയിട്ടാണ് അവളെ ഞാൻ വിളിച്ചു വരുത്തിയത്. എൻ്റെ ഒരു വേദന എൻ്റെ കുട്ടി മനസ്സിലാക്കാതല്ലേ പോണത്. പൊന്നാരൻ്റെ അമ്മ ഒന്നും മുണ്ടാതിരിക്കും. എന്തിനാ കിടന്നിട്ട് ഇങ്ങനെ ഒളിച്ചിനെന്നതേ വെറുതെ കരയാണ്ട് ഓരോന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഉള്ള അസുഖം കൂട്ടാൻ ഓളെ സ്വഭാവം എന്നൊക്കെ അറിയണതല്ലേ. അതിനാണ് ഇപ്പം ഇന്നലെ കിടന്ന് ഒളിക്കണത്. ഓള് പൊട്ടത്തിയാണ്. ഓളിപ്പോൾ എന്തൊക്കെയാണ് പിന്നെ പറഞ്ഞ്. ഞാനിപ്പോൾ ഓള് നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. സങ്കടം ഉണ്ട് ഓളെ പറിച്ചിരുന്നൊക്കെ. പിന്നെ എന്താ കാട്ടുക, നല്ല മറന്ന് ചവിട്ടിടുന്നല്ലേ നാളെ ഓൾക്ക് മനസ്സിലാവും. അല്ല അപ്പം എന്താ പറയുക, ഓളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ഓൾക്കും കുട്ടികളാവട്ടെ, ഇതേപോലത്തെ അവസ്ഥയിൽ ഓളും ഉണ്ടാവും. അപ്പോൾ ഓള് ചിന്തിച്ചോളൂ. അല്ലാണ്ട് ഇപ്പം എന്ത് കാട്ടാനാണ്. ഏതായാലും എൻ്റെ അഞ്ചെത്തി വരുന്നുണ്ട് വിചാരിച്ചിട്ട് വണ്ടി കഴിച്ച് ഞാൻ വന്നത് എൻ്റെ കൂടെ പുറക്കിനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഓളോട് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ നല്ല ഇടങ്ങാറുണ്ടായി. ഏതായാലും ഇനിയിപ്പം ഞാൻ നിൽക്കണില്ല. ഇനി ഏതായാലും ഓളടുത്തേക്ക് പോകണ്ടെന്നും അളിയനും ഏടത്തിയും മക്കളൊന്നും ചെല്ലാണ്ടെന്നും പറഞ്ഞല്ലോ ഓള്. ഇനിയിപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഇനി അഞ്ചത്തിൻ്റെ അടുത്തേക്ക് പോകാന്നുള്ളൊരു മോഹം ഇനിയിപ്പോൾ വേണ്ടല്ലോ. ഏതായാലും ഓള് പറഞ്ഞ നന്നായി. അവൾക്ക് നമ്മളൊക്കെ ഇങ്ങനെ ചെല്ലണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും കുട്ടികൾ വരുമ്പോഴത്തേന് ഞാൻ പോട്ടെ. അവർ ഇനി എന്നെ കാത്തിക്കും. ഞാനിങ്ങനെ അവള് വരുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് വന്നതാണ്. സാരില്ല, ഇന്നലെ നാളെ അവൾക്ക് മനസ്സിലായിക്കോളും. സാരില്ല, ആയിക്കോട്ടെ അമ്മ. ഞാൻ ഏതായാലും പോകാൻ നോക്കട്ടെ. നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിലവിളിക്കാൻ നിൽക്കണ്ട. ഓള് വരും, അത് വായിച്ചിട്ട് നിങ്ങൾ അത് വിട്ടാളി. അല്ലാണ്ട് ഇപ്പം എന്താ കാട്ടുക. ഓള് വന്നോളൂ. എന്നായിക്കോട്ടെ അമ്മ, ഞാൻ പോകാൻ നോക്കട്ടെ. ഏതായാലും കുട്ടികൾ വരുമ്പോഴത്തേന് എവിടെ എത്തുകയാണെങ്കിൽ ആറ്റങ്ങൾക്ക് എന്തെങ്കിലും തുള്ളി വെള്ളം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ആയിക്കോട്ടെ അമ്മ. എൻ്റെ കുട്ടിക്കും ഇടങ്ങേറായിന്ന് തോന്നുന്നു അവളെ വർത്താനം കേട്ടിട്ട്. എൻ്റെ മോളോട് ഇങ്ങനെ ഒരു വർത്താനം കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കുട്ടിയേനി. എന്തിനും ഏതിനും ഉമ്മ ഏടത്തിന്ന് ഒരു ചിന്താഗതി ഏനി. കല്യാണം കഴിച്ച് വെക്കുമ്പോൾ ഇങ്ങനൊക്കെ മനുഷ്യന്മാർ മാറുമോ. ഏതായാലും എൻ്റെ മോള് പറഞ്ഞത് ശരിയാണ്. പോക്കും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഇതേപോലെ കെട്ടിച്ച് അയക്കുമല്ലോ.
അപ്പോൾ ഇങ്ങനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അന്നേരം ഓൾക്ക് മനസ്സിലായിക്കോളും. എന്നാൽ എൻ്റെ കുട്ടിനെ ഇടങ്ങാറാക്കിയ പോലെ എൻ്റെ കുട്ടീനെ ഇടങ്ങാറാക്കല്ലേ എന്നുള്ള തേട്ടം മാത്രമേ ഉള്ളൂ. പഠിച്ച റബ്ബ് എൻ്റെ കുട്ടിയെ തെറ്റ് മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വരും, അത് ഉറപ്പാണ്.